അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ സുഖമാണ്. നല്ല മഴ, നാട്ടിൽ പെരുമഴ. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. മഴ, നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല ചെറിയ രീതിയിൽ ഇടി ഉണ്ടായിരുന്നു, ഇപ്പോൾ മാറി. പിന്നെ ഇന്നലെ ഞാൻ തനൂജ ദേവൂട്ടി ലൈവ് കയറിയിട്ടുണ്ടായിരുന്നു. ആ ലൈവിലാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നാരെ അറിയാമോ? ഇവർ പല വീഡിയോയിലും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഒരു വ്യക്തിനെ അറിയില്ല എന്നാണ് ആ ചേച്ചി പറയുന്നത്. പക്ഷേ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട് അവർ. അപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിലും പരസ്പരം തങ്ങളിൽ അറിഞ്ഞുകൂടാത്ത കുറച്ച് പേരാണ് നമ്മൾ. അപ്പോഴേ നമുക്ക് ദേവൂട്ടിക്കൊരു വീട് നിങ്ങൾക്കറിയാലോ. തനൂജ ജിനു ഡിവോഴ്സ്, ഒരു പിണക്കത്തിൽ നിൽക്കുന്ന അവർ വേറെ വിവാഹം, ജിനു വേറെ വിവാഹം കഴിച്ച്, തനൂജ ചേച്ചി വേറെ വിവാഹം കഴിച്ചിട്ടില്ല. ദേവൂട്ടിനെ നോക്കി ജീവിക്കുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ സുഖവും സന്തോഷവും എല്ലാം കളഞ്ഞ് ആ മോളെ നോക്കാനായിട്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരു വീടെന്ന് പറയുന്നൊരു സ്വപ്നത്തിന് നമ്മളടുത്ത് കൂട്ടിയാൽ കൂടില്ല. ഇതിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നവരടുത്ത് എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ആര് നിങ്ങളെ തകർത്താലും തകരൂല. കാരണം എന്താണെന്ന് അറിയുമ്പോൾ അങ്ങനെ അത്രയ്ക്കും ഒരു പൊന്നു മോളെയാണ് തനൂജ എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തത്. ഞാനൊരു നമ്മളൊരു ബിഹേവിയർ ഉള്ള ഒരാൾ, അല്ലെങ്കിൽ സ്പീച്ചിൻ്റെ തെറാപ്പി, നിങ്ങളതറിയണ്ടല്ലോ. നിങ്ങളടുത്ത് പബ്ലിക്കിൽ വന്നിട്ട് നമുക്കെല്ലാം പറയാൻ പറ്റില്ല. ഇപ്പം ആ കുട്ടീനെ തെറാപ്പിക്ക് കൊണ്ടുപോടില്ല എന്ന് നിങ്ങൾ ഉറപ്പ് പറയണ? ഇല്ല. ഒരമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യും. ചിലപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ തെറാപ്പി കുറച്ച് മുടങ്ങും. അവൾ സ്കൂളിൽ പോകണുണ്ടല്ലോ. ഒരു സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ അവൾക്കൊരു സ്പീച്ചിന് പ്രശ്നമുള്ള കുട്ടിയാണ്. സ്പീച്ച് തെറാപ്പി എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞതാണ്. സ്പീച്ച് തെറാപ്പി സ്കൂളിൽ ചേർക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് ശരിയാവും, കുറേ ശരിയാവും. പിന്നെ നമുക്കിപ്പം 8 വയസ്സായ ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവൾക്ക് 6 വയസ്സിൻ്റെ സ്പീച്ചേ കിട്ടൂ. ഒന്ന് മനസ്സിലാക്കുക, 6 വയസ്സിൻ്റെ സ്പീച്ചാണ് കിട്ടുന്ന. ഈ കുട്ടി 10 വയസ്സാകുമ്പം 8 വയസ്സിൻ്റെ സ്പീച്ചിലോട്ട് വരും. ഓൾറെഡി ഓക്കെ ആവും. നമ്മളൊന്നും ഒന്നും പഠിച്ചുകൊണ്ടല്ല ഈ ഭൂമിയിൽ വന്നത്. നമ്മുടെ ഉമ്മമാരെയും സ്കൂളിനും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ തനൂജ ജിനുവിനൊരു വീടാവണം എന്നതിൽ ഞാനൊക്കെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. അതുപോലെ തന്നെ റിഷ മൊയ്തൂനൊക്കെ വീടാവട്ടെ. ഇപ്പോൾ ഭർത്താവ് ഉണ്ടെങ്കിൽ എന്ത് വീട് ആവാൻ, പല കാര്യങ്ങൾ സഹായിച്ച് വീടാവുന്നവരുണ്ട്. അപ്പോഴത്തേക്ക് ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. എന്തും കൊടുക്കുന്നവരെ എതിർത്ത് കളയാൻ വേണ്ടി, തട്ടിക്കളയാൻ വേണ്ടി വരുന്ന ഒരാൾ, ഒരു ടീം 3-4 എണ്ണേ ഉള്ളൂ. അതൊന്നും വലിയ പ്രശ്നമില്ല. അതൊന്നുമല്ല നമ്മുടെ സോഷ്യൽ മീഡിയ. ലക്ഷം മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലുകൾ ചെയ്താൽ വിജയിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ഇതിലൂടെ ചാരിറ്റി ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ഈ സോഷ്യൽ മീഡിയ ഉള്ളത്. അവരവരവരോ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്താൽ സഹായിക്കുന്നവർ സഹായിക്കും. ഇല്ലാത്തവർക്കൊന്ന് വായും പൂട്ടി മിണ്ടാണ്ടിരുന്നൂടെ? നിങ്ങൾക്കൊരു മനുഷ്യനാണോ ഞാൻ ചോദിക്കുന്നത്? നിങ്ങളുടെ മുമ്പേ മക്കളൊക്കെ ഉള്ളതല്ലേ? നമ്മളാണ് നാളെ ആ മക്കൾക്ക് അവസ്ഥ വരണമെങ്കിൽ. എനിക്ക് തനൂജയെ ആ ചേച്ചീൻ്റെ ലൈവിൽ ഞാൻ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ച്, ചേച്ചി എങ്ങനെ അറിയാമോ? അവർക്ക് അറിയോലുമില്ല. പിന്നെ ഒരു ഡിപ്രഷനുള്ള ഒരാൾ, നമുക്കോട് ഉറങ്ങാൻ വേണ്ടിയും ബാക്കി കാര്യത്തിന് ഡിപ്രഷനുള്ള ഒരാൾ, ആ അമ്മ ജീവിച്ചിരുന്നാലേ ആ കുഞ്ഞിനെ പറ്റുള്ളൂ. അല്ലാതെ ആ അച്ഛനെന്ന് പറയുന്ന ആൾ ആ കുട്ടീനെ നോക്കുന്നുണ്ടാ? ഇല്ല. ആ വേറെ കുട്ടീനെ നോക്കുന്നുണ്ട്. അതും ഇതുമൊക്കെ ഒരേപോലത്തതാണ്. മക്കളൊരു തെറ്റും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന തെറ്റാണ് ഇന്ന് ഈ മക്കൾ അനുഭവിക്കുന്നത്. അത് ആദ്യം പഠിച്ചോളണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ട്. യത്തീംഖാനയിൽ നിൽക്കുന്ന എല്ലാ മക്കളും യത്തീം ഉള്ള മക്കളല്ല. വാപ്പ ഉപേക്ഷിച്ച് പോയതുണ്ട്, ചെലവിനെടുക്കാത്തതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതിനെ ഉമ്മ എന്ത് ചെയ്യും നിങ്ങൾ പറ? പിന്നെ എല്ലാം ഏച്ചു പിടിച്ചിട്ട് കുറേ ഗുണ്ടായുസത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നും ഇവിടെ വില പോവില്ല. നിങ്ങൾ പറയുന്നതല്ല ലോകം. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്തേക്കണം. ഒരു നിമിഷം മതി കോടിക്കണക്കിന് പൈസ പിരിയാൻ. അതുകൊണ്ട് ഒരു ടീമിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എന്നെ ദ്രോഹിച്ചാൽ എനിക്ക് വിഷയമില്ല കേട്ടാ. നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് പുണ്ണാക്കെന്ന് പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് പ്രശ്നമില്ല. ഇനിയിപ്പം എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം നിങ്ങൾ കൊണ്ടുവരികയും വേണ്ട. പിന്നെ 4ാമത്തെ ടാർഗറ്റ്, ഞാൻ ആരെ എടുത്താലും നിൻ്റെ കുടുംബത്തിൽ നിന്ന് നിൻ്റെ മാപ്പിളേനെ എനിക്ക് വേണ്ട. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു ദുഃഖിപ്പിച്ച ഒരാൾ ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഈബത്ത് പറയണതല്ല, കാരണം സഹി ഇട്ടിട്ട് പറയണത്. ആ തനൂജ ജിനു എന്ന് പറയുന്ന ആ ചേച്ചിക്ക് ഒരു വീടാവണം. റിഷ മൊയ്തു അവിടെ വന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇസ്ലാമിലാണ് ഈ കള്ള് മദ്യം ഹറാം എന്ന് പറയുന്നത്. മറ്റ് മതങ്ങളിൽ അതൊന്നുമില്ല. അവരൊരിക്കിപ്പോൾ ആണും പെണ്ണും എല്ലാം ഉപയോഗിക്കുന്നത്. ഇന്ന് ഈ ലോകം അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഒരാളെ പേഴ്സണലി ഉള്ള കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല. നമുക്ക് പൊതുവിൽ ഇപ്പം നിങ്ങൾ കാണുകയാണ് തനൂജ ജിനു ഇത്ര വന്ന് കണ്ട്, ദേവൂട്ടീനെ കണ്ട്. അതല്ല, അവരെ മനസ്സ് വിങ്ങുന്ന നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ആ വീട്ടിൽ ഒന്നും കാണില്ല, ചിലപ്പോൾ അവർ പുറമേ പറയില്ല.
അവർ ഡ്രസ്സിൻ്റെ സെയിൽ ബാക്കി കാര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മുടെ അന്നം നടന്നു പോവേ ഉള്ളൂ. നിങ്ങളടുത്ത് ആരെടുത്തും ഞാൻ ഇങ്ങനെ വന്ന് കാല് പിടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം എൻ്റെ വീടിന് വേണ്ടി കയറി കിടക്കാൻ എന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ട് ഇന്നും എന്നെ മുതലെടുക്കുന്നതുണ്ട്. പോട്ടെ, സാരമില്ല. ഞാനൊരു കാര്യമുണ്ട്, വിട്ടുവീഴ്ച ചെയ്ത് 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 നമ്മൾ സോഷ്യലിലോട്ട് വന്നിട്ട് ഇല്ലാവചനവും കള്ളത്തരവും പറയുമ്പോഴത്തേക്കേ നാവിന് കുറച്ച് ഇത്. നമ്മുടെ മുമ്പേ പെൺമക്കൾ ഇരിക്കുകയാണ്, പഠിക്കണം. നമ്മുടെ മുമ്പേ ഇരിക്കുകയാണ് പെൺകുട്ടികൾ. ഞാനൊരൊറ്റ കാര്യം വേണം, നിങ്ങൾ ഇത്രയും നാളെ ഞാൻ കരഞ്ഞിട്ടാണ് കണ്ടത്. ഇനി ഞാൻ കരയാൻ അള്ളാഹു എനിക്ക് ഇട വരുത്തല്ലേ എന്നാണ്. കരയില്ല, കാരണം ഇനി എനിക്ക് കരയാൻ എനിക്ക് വയ്യ. ഞാൻ കരഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിക്കുകയല്ലേ. എനിക്കിപ്പോൾ കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ മനസ്സിലായി, ഇതാണ് എല്ലാവരും. ഷാജിക്ക് ആ ഓപ്പറേഷത്തിന് വേണ്ടി സഹായിച്ച്, എനിക്ക് വീടിന് വേണ്ടി സഹായിച്ച്, ആ കുത്തു മരിക്കും കാലം വരെയും പറ്റിയില്ല. പക്ഷെ നമ്മളൊന്നും ഇങ്ങനെ ഒരാളെ മുമ്പ് കൈനീട്ടാൻ ആഗ്രഹിച്ചവരില്ല. വീടിന് വേണ്ടിയിട്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്. നിങ്ങളിനി എത്ര തകർത്താലും മേലിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവ് തകർക്കണം. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം, 4ാമത്തെ ടാർജറ്റ് 5ാമത്തെ ടാർജറ്റ് ആയാലും 6ാമത്തെ ടാർജറ്റ് ആയാലും നിൻ്റെ ഒന്നും ഒരു 10 പൈസയും വേണ്ട. ചിലപ്പോൾ 4ാമത് ഇനി എന്നെ ഒരു നട്ടലുള്ള ഒരാളാണ് വന്ന് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ 5ാമത് എന്നെ നല്ല രീതിയിൽ ഒരാൾ വന്ന് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്? ഞാൻ എത്ര വിവാഹം കഴിച്ചാലും നിങ്ങൾക്ക് എന്താണ്? ഞാനിപ്പോൾ 1 കഴിച്ചാലും 10 കഴിച്ചാലും നിങ്ങൾക്ക് എന്താ? ഇപ്പം എൻ്റെ മക്കൾ 3 പേരും ഒരു ഉപ്പ മക്കളായിട്ട് ഞാൻ വളർത്തി. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിനക്കെന്താണ്? ഇന്നലെ വന്ന നിനക്കെന്താണ് പ്രശ്നം? ഞാൻ പറയണേ, നീ അവിടെ ഇട്ടിട്ട് ചെയ്തോ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പറയുന്ന വാക്കുകൾ സകല എവിഡൻസോടുകൂടി പറഞ്ഞു. നീ പൊട്ടത്തരം പറഞ്ഞിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത നിനക്കാ നിൻ്റെ മക്കൾക്ക് ചട്ടിയും കലവും കഴുകിയിട്ടാണ് വല്ലതും മേടിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ സ്വർണ്ണം എവിടെ പണയം വെച്ചിട്ട് കൊടുത്ത്, അതിനൊക്കെ തെളിവ് കാണീര്. സ്വർണ്ണം വെച്ചേ പണയം വെച്ചതിനൊക്കെ തെളിവ് കാണീര്. കുറേ ആയി സഹിക്കുന്നുണ്ട് കണ്ട പെൺപിള്ളേരെ പഠിച്ചിട്ടിട്ട്. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ, എനിക്ക് കല്യാണം ആലോചിച്ചപ്പോഴത്തേക്ക് നീയാണാ വന്നിട്ട് നമുക്ക് വിവാഹത്തിന് സാക്ഷി നിന്നത്. സഹിക്കാൻ വയ്യാന്നിട്ടുണ്ട്. നിനക്കൊരു കണ്ടന്റ് ആണെങ്കിൽ കണ്ടന്റ് പിടിച്ചോ, ഇറക്കി പിടിച്ചോ. നീ കണ്ടന്റ് എത്ര കാലം നീ എന്നെക്കുറിച്ച് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയണമല്ലേ. കുറേ ആയി, മക്കളായി, പിന്നെ മക്കളെ വാപ്പാനായി, ഇപ്പം മക്കളെ കുടുംബക്കാരായി, എൻ്റെ വാപ്പായായി. എന്തായാലും എൻ്റെ വാപ്പായെ പറഞ്ഞ് അല്ല, സ്വന്തമൊക്കെ വന്നപ്പോൾ പൊള്ളിയാ, അതേപോലെ ഇവിടെയും പൊള്ളും. കാരണം ഹൃദയമുള്ള ജീവിയാണ് ഞാൻ. അതുകൊണ്ട് ഒരൊറ്റ കാര്യം പറയണുള്ളൂ, വായി തോന്നി അവിടെ ഇരുന്ന് അണ്ടാക്കിട്ടിട്ട് കക്കങ്ങനെ അലയ്ക്കുമ്പോഴത്തേക്കേ നല്ല കുറേ കാര്യങ്ങളോട് പറയും. ഇനിയിപ്പോൾ ഒരു ബാഡ് കമൻറ്റ് വന്നാലും പറയും, ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സ്വർണം പണയം വെച്ച് ഒരു പരിചയമില്ലാത്തവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പ്രാന്തല്ലേ അവർക്ക്, സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ബാഡ് കമൻറ്റ് വന്നാലും ശരി തന്നെ, സഹിക്കാൻ പറ്റുന്നില്ല മനുഷ്യനെ ഇതൊന്നും കേട്ടിട്ട്. നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ ഇതൊക്കെ കാണുന്നതാണ് എല്ലാവരും. ഒക്കെ പറയുന്നതിനൊരു പരിധിയുണ്ട്. എൻ്റെ വീട്ടുകാർ എൻ്റെ നാട്ടിലാണ് നമ്മളിവിടെ കല്യാണം കഴിച്ച് ജീവിച്ചത്, എൻ്റെ വീട്ടിലാണ്. എന്തായാലും ആവട്ടെ, എങ്ങനെയാവട്ടെ, എൻ്റെ മക്കളെ നീ സൂക്ഷിച്ചോ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ മക്കളെ നിരന്തരം എൻ്റെ മക്കളെ അങ്ങ് പിടിച്ചേക്കും. എനിക്ക് വയ്യ. എൻ്റെ മക്കളെ പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. എൻ്റെ മക്കളെയും മാപ്പിളയും പറഞ്ഞപ്പോൾ നീ പ്രതികരിക്കണം, അവിടെ കിടന്ന് പൊങ്ങിച്ചാടണം. അതേപോലെ തന്നെ ഇതും. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.